നമസ്കാരം. വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കടലാക്രമണം രൂക്ഷമായ വാടാനപ്പള്ളിയിലെ വിവിധ പ്രദേശങ്ങളിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശനം നടത്തി. അരിമ്പൂർ സെന്ററിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ച് പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 47-കാരൻ മരിച്ചു. ഇടതടവില്ലാതെ പെയ്ത കനത്ത മഴയിൽ പുത്തൻപീടിക, അന്തിക്കാട്, പുതുമനാമത്ത് റോഡും റോഡരികിലെ വ്യാപാര കേന്ദ്രങ്ങളും വെള്ളത്തിലായി. തൃശൂർ കുതിരാൻ തുരങ്കത്തിന് മുകളിൽ നേരിയ മണ്ണിടിച്ചിൽ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ. വാർത്തകൾ വിശദമായി. കടലാക്രമണം രൂക്ഷമായ വാടാനപ്പള്ളിയിലെ വിവിധ പ്രദേശങ്ങളിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശനം നടത്തി. കടലാക്രമണം രൂക്ഷമായ വാടാനപ്പള്ളി, പൊക്കാഞ്ചേരി പ്രദേശങ്ങളിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. മുൻപ് പ്രദേശത്ത് ജിയോ ബാഗുകൾ സ്ഥാപിക്കുന്നതിനാണ് അനുമതി നൽകിയിരുന്നതെന്ന് കളക്ടർ അറിയിച്ചു. എന്നാൽ കടലാക്രമണം ഫലപ്രദമായി തടയുന്നതിന് ജിയോ ബാഗുകൾക്ക് പകരം കരിങ്കല്ല് ഉപയോഗിച്ച് കടൽ ഭിത്തി കെട്ടണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ അഡീഷണൽ ജലസേചന വകുപ്പ് തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് സർക്കാരിന് അനുമതിക്കായി ജില്ലാ കളക്ടറുടെ ശുപാർശയോടെ സമർപ്പിച്ചിട്ടുണ്ട്. സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. പ്രദേശത്ത് ഉപ്പുവെള്ള ഭീഷണി നേരിടുന്നതായി നാട്ടുകാർ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ആയതിനാൽ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി അടിയന്തരമായി പുതിയ കുടിവെള്ള കണക്ഷനുകൾ നൽകാൻ LSDD ജോയിന്റ് ഡയറക്ടർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുബീഷ്, വൈസ് പ്രസിഡന്റ് ഹേമലത പ്രതാപൻ, വിവിധ വാർഡ് ബ്ലോക്ക് മെമ്പർമാർ, ചാവക്കാട് തഹസിൽദാർ, ഇറിഗേഷൻ വാട്ടർ അതോറിറ്റി, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ജില്ലാ കളക്ടറെ അനുഗമിച്ചു. അരിമ്പൂർ സെന്ററിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ച് പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 47-കാരൻ മരിച്ചു. പാലക്കാട് കൊഴിഞ്ഞാമ്പ്ര സ്വദേശി സന്തോഷാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. അരിമ്പൂരിൽ സ്വർണ്ണാഭരണ നിർമ്മാണ തൊഴിലാളിയാണ് സന്തോഷ്. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ച് പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് മരിച്ചത്. ഇടതടവില്ലാതെ പെയ്ത കനത്ത മഴയിൽ പുത്തൻപീടിക, അന്തിക്കാട്, പുതുമനാമത്ത് റോഡും റോഡരികിലെ വ്യാപാര കേന്ദ്രങ്ങളും വെള്ളത്തിലായി. പുത്തൻപീടിക സെന്റർ മുതൽ അന്തിക്കാട് സെന്റർ വരെയുള്ള കാനകൾ വൃത്തിയാക്കാത്തതും വെള്ളം ഒഴുകി പോരുന്ന പല സ്ഥലങ്ങളും മണ്ണിട്ട് ഉയർത്തി വീട് പണിതതുമാണ് ഇത്രയും രൂക്ഷമായ വെള്ളക്കെട്ട് ഉണ്ടായതെന്നും നാട്ടുകാർ പറയുന്നു. മഴ പെയ്താൽ വെള്ളക്കെട്ടും റോഡിലെ കുഴിയും കാരണം ഈ റോഡിൽ കൂടി കടന്നു പോകാനും ഇരുചക്രവാഹനം ഓടിച്ചു പോകാനും വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്ന് യാത്രക്കാർ പറഞ്ഞു. പൊതുമരാമത്തും പഞ്ചായത്തും ഇടപെട്ട് കാനകൾ അടിയന്തരമായി വൃത്തിയാക്കണമെന്നും അല്ലെങ്കിൽ മഴ പെയ്താൽ വ്യാപാര കേന്ദ്രങ്ങൾ അടച്ചിടേണ്ടി വരുമെന്നും വ്യാപാരികൾ പറയുന്നു. തൃശൂർ കുതിരാൻ തുരങ്കത്തിന് മുകളിൽ നേരിയ മണ്ണിടിച്ചിൽ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ. കുതിരാൻ തുരങ്കത്തിന്റെ തൃശൂർ ഭാഗത്തു നിന്നുള്ള പ്രവേശന കവാടത്തിന് സമീപം തുരങ്കമുഖത്തിന് മുകളിലായാണ് വെള്ളിയാഴ്ച രാവിലെ നേരിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായത്. മണ്ണ് വളരെ ചെറിയ തോതിൽ മാത്രമാണ് ഇടിഞ്ഞതെന്നും നിലവിൽ തുരങ്കത്തിനോ ഗതാഗതത്തിനോ ഭീഷണിയില്ലെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. സംഭവത്തെ തുടർന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. ഒല്ലൂർ MLA K രാജൻ സംഭവ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിദഗ്ധ സമിതി വിശദമായ പരിശോധന നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രാഥമിക വിലയിരുത്തൽ പ്രകാരം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ്. എന്നാൽ അവർ വനമേഖലയിൽ കയറി പരിശോധന നടത്തിയിട്ടുണ്ട്. തുരങ്കത്തിന് മുകളിൽ നീർച്ചാലുകൾ തടസ്സമുണ്ടോയെന്നും കൂടുതൽ മണ്ണിടിച്ചലിന് സാധ്യതയുണ്ടോയെന്നും പരിശോധിക്കുന്നതിനായി തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധരെയും പരിശോധനാ സംഘത്തിൽ ഉൾപ്പെടുത്തുമെന്ന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ പറഞ്ഞു. നിലവിൽ കുതിരാൻ തുരങ്കത്തിലൂടെയുള്ള ഗതാഗതം നിരോധിക്കില്ല. ഉന്നതതല പരിശോധനയ്ക്ക് ശേഷം ആവശ്യമെങ്കിൽ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി. സംഭവത്തെ തുടർന്ന് പ്രദേശ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ 1 ഡൽഹി രാംലീല മൈതാനിയിൽ CPI സംഘടിപ്പിക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ പ്രചരണാർത്ഥം CPI കൈപ്പമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 9 പദയാത്ര നടത്തും. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ER ജോഷി ക്യാപ്റ്റനും ലോക്കൽ കമ്മിറ്റി അംഗം ദിവ്യ അനീഷ് വൈസ് ക്യാപ്റ്റനും അസിസ്റ്റന്റ് സെക്രട്ടറി PK റഹീം ഡയറക്ടറുമായാണ് പദയാത്ര സംഘടിപ്പിക്കുന്നത്.
വിലക്കയറ്റം തടയുക, യുവജനങ്ങൾക്ക് തൊഴിലവസരം ഉറപ്പാക്കുക, സാർവത്രിക പൊതുജനാരോഗ്യവും വിദ്യാഭ്യാസവും ഉറപ്പാക്കുക, വനിതാ സംവരണ ബിൽ അടിയന്തരമായി നടപ്പാക്കുക, കാർഷികോൽപ്പന്നങ്ങൾക്ക് താങ്ങുവിലയ്ക്ക് നിയമപരമായ ഗ്യാരണ്ടി നൽകുക, തൊഴിലാളികളുടെ അവകാശങ്ങൾ അംഗീകരിച്ച് നടപ്പാക്കുക, ബാലറ്റ് പേപ്പറും ജനാധിപത്യവും സംരക്ഷിക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യുക, ദളിതർക്കും ഗോത്രവിഭാഗങ്ങൾക്കും നീതി ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ദേശീയ പ്രക്ഷോഭത്തിൽ പ്രധാനമായും ഉയർത്തുന്നത്. ദേശീയ വിഷയങ്ങൾക്കൊപ്പം കയ്പമംഗലത്തെ പ്രാദേശിക വിഷയങ്ങളും പദയാത്രയിൽ ഉയർത്തിക്കാട്ടുമെന്ന് നേതാക്കൾ അറിയിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിന് നഗരസഞ്ചയ പദ്ധതി പ്രകാരം ലഭിച്ച 3.5 കോടി രൂപ 3 വാർഡുകളിലേക്ക് മാത്രമായി വകയിരുത്തിയെന്നും പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയിലെ വാർഡുകൾക്ക് ഫണ്ട് ലഭിച്ചില്ലെന്നും CPI ആരോപിച്ചു. 3 പീടിക, ബീച്ച് റോഡ്, കൊപ്രക്കളം, പഞ്ഞമ്പള്ളി റോഡ്, ഗ്രാമലക്ഷ്മി റോഡ് തുടങ്ങിയ പഞ്ചായത്ത് ആസ്തിയിലുള്ള ഗ്രാമീണ റോഡുകൾ തകർന്നു കിടക്കുകയാണെന്നും റോഡുകളുടെ അറ്റകുറ്റപ്പണി നടത്തുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതി പരാജയപ്പെട്ടെന്നും നേതാക്കൾ പറഞ്ഞു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി ഹൈവേ അതോറിറ്റിയിൽ നിന്ന് ഫണ്ട് നേടിയെടുക്കുന്നതിലും പഞ്ചായത്ത് ഭരണസമിതിക്ക് വീഴ്ച സംഭവിച്ചതെന്നാണ് മറ്റൊരു ആരോപണം. കഴിഞ്ഞ സാമ്പത്തിക വർഷം പദ്ധതി വിഹിതം വിനിയോഗിക്കുന്നതിൽ പഞ്ചായത്ത് ഗുരുതര വീഴ്ച സംഭവിച്ചതായും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച കണക്കുകൾ പ്രകാരം 45% ഫണ്ട് ലാപ്സ് ആയതായും CPI ലോക്കൽ സെക്രട്ടറി പറഞ്ഞു. സംഘടനാ സമിതി ചെയർമാൻ MD സുരേഷ്, കൺവീനർ ES സതീശൻ, ട്രഷറർ CA ധർമ്മദാസ്, CPI ലോക്കൽ സെക്രട്ടറി ER ജോഷി, അസിസ്റ്റന്റ് സെക്രട്ടറി PA റഹീം, PH അബ്ദുള്ള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ കൈത്തറി ദിനാചരണം പെരിങ്ങോട്ടുകര കൈത്തറിയിൽ നടത്തി. കൈത്തറി യൂണിറ്റിലെ മുതിർന്ന തൊഴിലാളികളായ പ്രസന്ന PK, സുമന്ന PG എന്നിവരെ പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ആൻഡ്രൂ തുറയിൽ ഷാൾ അണിയിച്ചും മധുരം നൽകിയും അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് അധ്യക്ഷത വഹിച്ചു. പോൾ പുലിക്കോട്ടിൽ, റിജു കണക്കന്ത്ര, ജോസഫ് KP, പെരിങ്ങോട്ടുകര ഖാദി ഗ്രാമോദ്योग മാനേജർ പ്രശാന്ത് എന്നിവർ പ്രസംഗിച്ചു. തൊഴിലാളികളായ പ്രമീള, ശോഭന, വത്സല, ഷീല, കുമാരി എന്നിവർ സന്നിഹിതരായിരുന്നു. ഇന്നിവിടെ നമുക്കറിയാം കൂലിയുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ നെയ്ത്തുകാരുടെ കൂലി ഏറ്റവും കുറഞ്ഞ കൂലിയാണ്. ഏറ്റവും നന്നായി നെയ്യുന്ന നെയ്ത്തുകാർക്ക് ഇപ്പോൾ നിലവിൽ ഏകദേശം 5000-6000 രൂപയോളമാണ് ഒരു മാസം കിട്ടുന്നതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതിൽ നിന്നൊക്കെ വ്യത്യാസം വരുത്തി കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അതിൻ്റെ വേതന വർധനവ് ഉണ്ടാവണം ഈ ദിവസം എന്നും കൂടി ഇത് സേവിക്കുന്ന അധികാരികളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. വാർത്താ നേരം തുടരുന്നു. തളിക്കുളത്തെ ഫാൻസി കടയിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ. തളിക്കുളം തമ്പാങ്കടവ് തായാട്ടുപറമ്പിൽ കാവ്യയുടെ ഉടമസ്ഥതയിലുള്ള ക്രിസ്റ്റൽ എലഗൻസ് ഫാൻസി കടയിലാണ് മോഷണം നടന്നത്. ആഗസ്റ്റ് 4 രാത്രിയിലായിരുന്നു മോഷണം. കടയുടെ മുൻവശത്തെ ഗ്ലാസ് തകർത്ത് അകത്തു കടന്ന മോഷ്ടാവ് മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന 10,000 രൂപ കവർന്നു. രാത്രി 12:20 തളിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഓഫീസ് റൂമിന്റെ വാതിൽ കുത്തി തുറന്ന് അതിക്രമിച്ചു കയറി പ്രധാന അധ്യാപികയുടെ ഓഫീസിലെ മേശയുടെ വലിപ്പും അടുത്തുള്ള അലമാരകളും കുത്തി തുറന്ന് മോഷണം നടത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. 2 കേസിലും ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ പ്രതി രതീഷാണെന്ന് തിരിച്ചറിഞ്ഞത്. രതീഷ് ചേർപ്പ്, പുതുക്കാട്, ആളൂർ, കൊടുങ്ങല്ലൂർ, കുറ്റിപ്പുറം, പന്തളം, അയ്യൂർ,
എന്നീ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 7 മോഷണ കേസുകളിൽ പ്രതിയാണ്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ SHO അനിൽകുമാർ, ASI ഭരതനുണ്ണി, CPOമാരായ ശ്രാവൺ, വിഷ്ണു, ആനന്ദ്, ആദർശ്, ഡ്രൈവർ ASI ചഞ്ചൽ, സൈബർ സെൽ CPO ലാലു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ആളൂർ താണിപ്പാറയിൽ സ്കൂൾ വാൻ കനാലിലേക്ക് മറിഞ്ഞ് 20 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. ആളൂർ സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. വ്യാഴാഴ്ച 4:30യോടെയായിരുന്നു സംഭവം. സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികളെ കയറ്റിപ്പോയിരുന്ന മിനി ബസ് നിയന്ത്രണം വിട്ട് ഇറിഗേഷൻ മെയിൻ കനാലിലേക്ക് മറിയുകയായിരുന്നു. പരിസരത്തുണ്ടായിരുന്ന ആളുകളാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് എത്തിയത്. അധികം വൈകാതെ ചാലക്കുടിയിൽ നിന്നും അഗ്നിശമന യൂണിറ്റും സ്ഥലത്തെത്തി. പരിക്കേറ്റ 4 പേരെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലും മറ്റുള്ളവരെ പോട്ട ധന്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പ്രളയക്കെടുതിയിൽ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുന്നതിനിടെ മരിച്ച പന്തളം സ്വദേശി രാജേഷിന്റെ മൃതദേഹത്തോട് അധികൃതരുടെ അനാദരവ്. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ജന്തർ മന്ദിറിൽ സമരം ചെയ്തവർ വിഷം ചീറ്റുന്ന കൊമോഡോ ഡ്രാഗന്മാരാണ്. അത്തരക്കാർ എന്തേ കേരളത്തിലെയും ജാർഖണ്ഡിലെയും പരീക്ഷാ ക്രമക്കേടുകൾ കാണാതെ പോകുന്നത്? സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇടതുപക്ഷ സംഘടനകളുടെ സമരം. വിഷയത്തിൽ പ്രതികരിക്കാത്ത മുഖ്യമന്ത്രി VD സതീശൻ എവിടെ പോയി ഒളിച്ചാലും യുവമോർച്ച പ്രവർത്തകർ തടയുമെന്നും ഗോപാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. PSC അഴിമതിക്കെതിരെ തൃശൂർ കളക്ടറേറ്റിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷം. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് രാജേഷിന്റെ മൃതദേഹം ഫ്രീസർ സൗകര്യമില്ലാത്ത ആംബുലൻസിലാണ് ചാവക്കാട് വരെ എത്തിച്ചത്. ചാവക്കാട് എത്തിയപ്പോഴേക്കും മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു. ബുധനാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് ചാവക്കാട് വെച്ച് അടിയന്തിരമായി ഫ്രീസർ സംഘടിപ്പിച്ച് മൃതദേഹം ഏങ്ങണ്ടിയൂർ റീലൈഫ് ആംബുലൻസിലേക്ക് മാറ്റിയത്. എന്നാൽ ആലപ്പുഴയിലെ വെള്ളക്കെട്ടിലൂടെ സർവീസ് നടത്തിയതിനെ തുടർന്ന് പന്തളത്തെത്തിയപ്പോഴേക്കും ആംബുലൻസിന്റെ പ്രവർത്തനം നിലച്ചു. തുടർന്ന് മറ്റൊരു ആംബുലൻസ് എത്തിച്ചാണ് മൃതദേഹം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചത്. കണ്ണൂർ ചെറുപുഴയിൽ പ്രളയത്തിൽപ്പെട്ടയാളെ രക്ഷിക്കുന്നതിനിടയിൽ സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരി നൽകിയതാണ് രാജേഷിന്റെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയത്. ദേശീയപാത പുതുക്കാട് ബൈക്ക് യാത്രികനായ യുവാവ് പിക്കപ്പ് വാനിടിച്ച സംഭവം കൊലപാതകം എന്ന ആരോപണവുമായി കുടുംബം രംഗത്ത്. റിജാസിനെ മനഃപൂർവ്വം വാഹനമിടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പിതാവ് ഇബ്രാഹിം മാനു പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് തൃശൂർ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുകയാണ് കുടുംബം. പട്ടാമ്പി സ്വദേശി റിജാസ് സഞ്ചരിച്ചിരുന്ന ബൈക്കിന് പുറകിലാണ് പിക്കപ്പ് വാൻ ഇടിച്ചത്. റിജാസ് സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിക്കുകയും ബൈക്കിൽ കൂടെയുണ്ടായിരുന്ന പെൺകുട്ടിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ടായിരുന്നു അപകടത്തിന് കാരണമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. റിജാസിന്റെ ബൈക്കിന് മുന്നിലുണ്ടായിരുന്ന കാറിലെ ക്യാമറ ദൃശ്യങ്ങളാണ് സംശയങ്ങൾക്ക് ഇടയാക്കുന്നത്. അപകടത്തിനിടയാക്കിയ പിക്കപ്പ് വാനിലെ ഡ്രൈവറും റിജാസും തമ്മിൽ അപകടത്തിന് 15 മിനിറ്റ് മുമ്പ് തർക്കം ഉണ്ടായതായി പരിക്കേറ്റ് ചികിത്സയിലായ പെൺകുട്ടി പറഞ്ഞതായി റിജാസിന്റെ ബന്ധുക്കൾ പറഞ്ഞു. പ്രകോപിതനായ പിക്കപ്പ് വാൻ ഡ്രൈവർ മനഃപൂർവ്വം ഇരുവരെയും വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണെന്നാണ് റിജാസിന്റെ പിതാവ് പറയുന്നത്. സംഭവത്തിൽ പരിക്കേറ്റ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പുതുക്കാട് പോലീസ് SHO പറഞ്ഞു. കൊടുങ്ങല്ലൂർ എറിയാട് രാസമാലിന്യങ്ങൾ നിറഞ്ഞ മണ്ണ് ഉപയോഗിച്ച് ഭൂമി നികത്തിയ സംഭവത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തോട് എറിയാട് പഞ്ചായത്ത് യോഗം ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ ചിലവിൽ മാലിന്യം നീക്കണമെന്നും യോഗം ആവശ്യം ഉന്നയിച്ചു. കൂടുതൽ സ്ഥലങ്ങളിൽ രാസമാലിന്യം തള്ളിയിട്ടുണ്ടോ എന്നറിയാൻ മണ്ണ് പരിശോധന നടത്താനും പഞ്ചായത്ത് തീരുമാനിച്ചു. രാസമാലിന്യം കലർന്ന മണ്ണ് നീക്കം ചെയ്യാൻ പഞ്ചായത്ത് തയ്യാറാണെന്നും പണം ദുരന്ത നിവാരണ അതോറിറ്റി ഫണ്ടിൽ നിന്നും അനുവദിക്കണമെന്നും ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെടാനും യോഗം തീരുമാനിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സാറാബി ഉമ്മർ, PK മുഹമ്മദ്, PS മുജീബ് റഹ്മാൻ, PA സുഹൈൽ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കടലാക്രമണം രൂക്ഷമായ വാടാനപ്പള്ളിയിലെ വിവിധ പ്രദേശങ്ങളിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശനം നടത്തി. അരിമ്പൂർ സെന്ററിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ച് പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 47-കാരൻ മരിച്ചു. ഇടതടവില്ലാതെ പെയ്ത കനത്ത മഴയിൽ പുത്തൻപീടിക, അന്തിക്കാട്, പുതുമനാമത്ത് റോഡും റോഡരികിലെ വ്യാപാര കേന്ദ്രങ്ങളും വെള്ളത്തിലായി.
തൃശൂർ കുതിരാൻ തുരങ്കത്തിന് മുകളിൽ നേരിയ മണ്ണിടിച്ചിൽ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.